എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും നൽകുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും നല്ല ഒരു റാലിയാണ്. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി കുറച്ച് മിനിഞ്ഞാന്നൊരു ചെറിയ ഗ്യാപ്പ് മൈനസിലാണ്, നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും 435ഓളം പോയിൻ്റ് പോസിറ്റീവിലാണ്. അതേപോലെ നിഫ്റ്റി ആണെങ്കിൽ 126. എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ നല്ല പോസിറ്റീവിലാണ്. മൊത്തത്തിൽ നല്ലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. നമ്മൾ ഇന്നലെ കൊടുത്ത 4 സ്റ്റോക്കുകൾ ആദ്യം പെർഫോമൻസ് എന്തായിരുന്നു എന്ന് നോക്കാം. പലർക്കും ഈ സ്റ്റോക്ക് ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ അല്ല. അതുകൂടെ ഞാനിന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ 1 hour ക്യാൻഡിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും 15 മിനിറ്റ് ആയിരിക്കും സൂട്ടബിൾ ആവുക. ഞാനിപ്പോൾ 1 hourലാക്കിയിരിക്കുന്നത് അതിൻ്റെ ലെവൽസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കോൾ ഇന്ത്യ 524 ശേഷമാണ്, 524 ബൈ ചെയ്യാൻ പറഞ്ഞത്. നമുക്കിന്ന് ഷെയർ ഓപ്പൺ ചെയ്തത് 524.35 ശേഷം 521 വരെ വന്ന് അതിനുശേഷം തിരിച്ച് 528.45 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എൻട്രി ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എൻട്രി ലഭിച്ചിട്ടുണ്ടെങ്കിൽ 528 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ ലഭിച്ചിട്ടില്ലെങ്കിൽ സെക്കൻഡ് 524 വരെ ഡൗൺ വന്നു, തേർഡ് 523 വരെ ഡൗൺ വന്നു. അപ്പോഴും നമുക്ക് അതിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് 528, 25 വരെ പോയിട്ടുണ്ട്. ഏതായിരുന്നാലും കോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്തത് ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീൽ ഒരു ചെറിയ പോസിറ്റീവ് ന്യൂസൊക്കെ ഉണ്ട്. ഇപ്പോൾ ആൾ ടൈം ഹൈനും മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഈ മാസത്തിൽ തന്നെ, നെക്സ്റ്റ് മന്തിലുണ്ട്. ഒരു മെർജർ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. 154 എൻട്രി പറഞ്ഞത്. 154.50 എൻട്രി പറഞ്ഞിരുന്നത്. ഇന്ന് 155 ഓപ്പൺ ചെയ്തതിന് ശേഷം 155.70 ഓപ്പൺ ചെയ്ത് നേരെ താഴെ വരികയാണ് ചെയ്തത്. 152.86 വരെ വന്നു. പിന്നീട് 153 ക്ലോസ് ചെയ്തു. പിന്നെ 153.35 ശേഷം ഇവിടെ നമുക്ക് 154 വന്നിട്ടുണ്ട്. ഇന്നലെ ടാറ്റ സ്റ്റീലിൽ എൻട്രി ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ഇന്നുകൂടെ അത് വാച്ച് ചെയ്യാം, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. മറ്റൊന്ന് KPI ടെക്കായിരുന്നു. KPI ടെക്കിൽ ഇന്ന് ഓപ്പൺ ചെയ്ത് 1841 1899 വരെ പോയിട്ടുണ്ട്. നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റും ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വൺ പ്രാജിന്ത്യയാണ്. പ്രാജിന്ത്യ 760 ഓപ്പൺ ചെയ്ത് 812 വരെ പോയി. പിന്നീടാണ് താഴേക്ക് വന്നത്. അതുകൊണ്ട് നമുക്കതിലും ഇന്നൊരു എൻട്രി ലഭിച്ചു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നാളേക്കുള്ള 4 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് കോൺഗോറാണ്. കോൺഗോർ ഒരു ഓപ്പോസിറ്റ് ഹെഡ് ആൻഡ് ഷോൾഡറാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഏരിയ ഇന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 985 ഒരു എൻട്രി എടുത്ത് പോകാം. 978 സ്റ്റോപ്പ് ലോസ് വെക്കണം. 992, 995 എന്നിങ്ങനെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, വീഡിയോയുടെ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു, സ്റ്റോക്ക് എടുക്കാൻ പലർക്കും അറിയുന്നില്ല. അതായത് ഇന്നിപ്പോൾ ഇതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് സംഭവിച്ചിരിക്കുന്നത് വിചാരിച്ചോളൂ. ഇപ്പോൾ 985 നമ്മൾ എൻട്രി പറഞ്ഞിരിക്കുന്നത്. ഒരു 995 ഓപ്പൺ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. നേരെ താഴെ വരുന്ന സമയത്ത് 985 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ചെയ്യരുത്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു സ്റ്റോക്കിനെ നിങ്ങൾ എങ്ങനെ 985 എത്തി പറഞ്ഞിട്ട് ബൈ ചെയ്യുക? ഇവിടെ സപ്പോർട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടോ? അതൊരിക്കലും പാടില്ല. 985 സപ്പോർട്ടുണ്ടെങ്കിൽ ആ വരവിൽ അത് ചിലപ്പോൾ അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് വന്നേക്കാം. അങ്ങനെ താഴേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം. താഴേക്ക് കൂടുതലും താഴേക്ക് തന്നെ വരും അത്. കാരണം ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രഷർ, അതിൽ സെല്ലിംഗ് മോഡ് വരും. സെല്ലിംഗ് മോഡ് വന്നു കഴിഞ്ഞാൽ അത് താഴേക്ക് വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം താഴെ പോകുന്നുണ്ട് എന്നുള്ളത് പോട്ടെ. പരമാവധി എത്രയാണോ താഴെ പോകുന്നത് പോയിക്കോട്ടെ, വിഷയമല്ല. പക്ഷേ അതിനുശേഷം റിട്ടേൺ വരുന്ന സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ബൈ ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ബൈ ചെയ്യേണ്ടത്. താഴെ വന്നതിന് ശേഷം തിരിച്ച് 985 എത്തിക്കഴിഞ്ഞാലാണ് നിങ്ങൾ ബൈ ചെയ്യേണ്ടത്. 995 ഓപ്പൺ ചെയ്ത ഒരു സ്റ്റോക്ക് താഴേക്ക് വന്ന് 985 എത്തി എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് തന്നിട്ട് മുകളിലേക്ക് പോകുമെന്നുള്ളൊരു തെറ്റായ ധാരണയാണ്.
ട്രേഡിംഗ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുകയും ഇനി എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതകളുണ്ട് എന്ന് മുൻകൂട്ടി ചിന്തിക്കുകയും വേണം. 995 പോയ ഒരു സ്റ്റോക്കിനെ അയാൾ 985 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് 985 വന്ന ഉടനെ അങ്ങോട്ട് ബൈ ചെയ്യല്ല ചെയ്യുക. അത് നേരെ താഴേക്ക് പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ 1-2 ആൾക്ക് സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഓരോ ട്രേഡിങ്ങും ഓരോ പോയിൻ്റുകളാണ്, നിങ്ങൾക്ക് ഓരോ പാഠങ്ങൾ നൽകും, അനുഭവങ്ങൾ നൽകും. ശ്രദ്ധിക്കുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, സമയമില്ലാത്ത വലിയൊരു വിഷയമാണ്. ഇതിങ്ങനെ ചെയ്താൽ പോരാ, നമ്മൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണ്ടേ. അതിന് പുറമെ ഇതുപോലുള്ള നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് വേറെ വിഷയം. അടുത്തത് സെയ്ദുസ് ലൈഫാണ്. സെയ്ദുസ് ലൈഫ് നോക്കൂ, സപ്പോർട്ട് എടുത്ത് തിരിഞ്ഞിട്ടുണ്ട്. ഈ ഏരിയ ഇവിടെ നോക്കൂ, ഇതിന് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ഈ ഒരു ലെവലിലുള്ളത്. നാളെ ഇവിടെ സെൻറ്ററിലൊരു ഹൈ ഉണ്ട് 1197 അല്ലേ, അവിടെ നിന്ന് എടുത്ത് പോകാം. 1198 എടുത്താൽ മതി, 1196 എടുക്കണ്ട. നിങ്ങൾ കേൾക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 1198 എടുത്താൽ മതി. 1190 തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1205 ഫസ്റ്റ്, സെക്കൻഡ് 1209 വയ്ക്കാം കേട്ടോ. ഇനി അത് എഡിറ്റ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കൂ. 1198 എടുക്കാൻ പാടും. 1190 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1205, 1209 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. സ്റ്റോക്ക് അതിലും മുകളിലേക്കൊക്കെ പോകാനുള്ള നല്ല സാധ്യത ഉണ്ട്. പരമാവധി പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചോളൂ. ഓക്കെ, നല്ല അപ്പ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങാം. ശ്രദ്ധിക്കുക, കിട്ടുന്നത് കളയരുത്. വളരെ കെയർ ആയിട്ട് വേണം ഓരോ ട്രേഡും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പണം അതിലിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വലിക്കണമെങ്കിൽ നല്ല പണിയാണ്. അടുത്തത് ശ്യാം മെറ്റലാണ്. ശ്യാം മെറ്റൽ നാളെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 765 ഈ ഹൈ നോക്കൂ, 769 അല്ലേ, 770 നമുക്ക് ബൈ എൻട്രി എടുക്കാം. 765 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 775, 779 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് നോക്കണം. ലാസ്റ്റ് വൺ മിൻഡ കോർപ്പാണ്. മിൻഡ കോർപ്പാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഉള്ളത് ഷെയർ. നോക്കൂ, പലതവണ നല്ല ചന്തത്തിലാണ് വന്നിരിക്കുന്നത്, സിഗ്സാഗ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കൂ, അപ്പോഴൊന്നും ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. എത്ര തവണ നോക്കൂ. നാളെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 528 എൻട്രി എടുത്ത് പോകാം. 525 സ്റ്റോപ്പ് ലോസ് വെക്കണം. അഥവാ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോമിൽ നല്ലവണ്ണം മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ട് അങ്ങോട്ട് നിങ്ങൾ ഇരിക്കരുത്. പരമാവധി പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ. എന്തായാലും ഒരു 535, 536 വരെയൊക്കെ തന്നെ പോവുള്ളൂ. ഓക്കെ, ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ട്രേഡും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. പൈസ പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ വളരെ പ്രയാസമാണ്, ഒരുപാട് കാലങ്ങളെടുക്കും. ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. ഞങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് ഞങ്ങളുമായി ബന്ധപ്പെടാം. ഓക്കെ, നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.